ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാർക്കോ. ഓൾമോസ്റ്റ് 80 കോടിയോളം വേൾഡ് വൈഡിന് കളക്ഷൻ കിട്ടി കഴിഞ്ഞു. പക്ഷെ മാർക്കോയുടെ ഈ വലിയ വിജയം എല്ലാവർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല എന്നതാണ് സത്യം. ജാഫർ ഇടുക്കി അഭിനയിച്ച ഏതൊരു പടത്തിന്റെ പ്രൊമോഷനിൽ മീഡിയാസ് ചോദിച്ചെന്ന മറുപടിയായിട്ട് അദ്ദേഹം മാർക്കോ കീർക്കോ എന്നതല്ല ഞങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞ് പരിഹസിച്ചത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. പലരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തൊരു ആക്ടർ അപ്രതീക്ഷിതമായ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ ചിലർക്കൊക്കെ കുരുപൊട്ടുന്നത് സ്വാഭാവികമാണ്. അതുപോലെ ഉണ്ണിമുകുന്ദന്റെ വലിയ വിജയത്തിൽ വളരെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് എനിക്ക് തോന്നിയ മറ്റൊരു വ്യക്തിയാണ് സീക്രട്ട് ഏജന്റ്. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഉണ്ണിമുകുന്ദനും സീക്രട്ട് ഏജന്റും തമ്മിലുള്ള ഫോൺ സംഭാഷണം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ഉണ്ണിമുകുന്ദന്റെ പതനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സീക്രട്ട് ഏജന്റ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഉണ്ണിക്കെതിരെ പീഡന കേസ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷ ആളായിരുന്നു സീക്രട്ട് ഏജന്റ്. അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം വീഡിയോ തന്നെ ഇറക്കി. ഉണ്ണിമുകുന്ദനെതിരെ ഇങ്ങനൊരു കേസ് വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണെന്നും കർമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്നൊക്കെ ആയിരുന്നു അദ്ദേഹം വീഡിയോയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ ഉണ്ണിയുടെ വീഴ്ചയാണ് അയാൾ ആഗ്രഹിക്കുന്നത് വളരെ എവിഡന്റ് അല്ലേ? അതല്ലാതെയും ഉണ്ണിയെ കളിയാക്കി വീഡിയോ ചെയ്യാനുള്ള അവസരങ്ങളൊന്നും അയാൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അപ്പൊ പിന്നെ മാർക്കോയുടെ സക്സസിൽ അയാൾ അസ്വസ്ഥനാവുന്നത് സ്വാഭാവികം മാത്രമല്ലേ? എല്ലാവരും മാർക്കോയ്ക്ക് പോസിറ്റീവ് റിവ്യൂ എടുത്തപ്പോൾ സീക്രട്ട് ഏജന്റ് മാത്രം എംഫസൈസ് ചെയ്തത് നെഗറ്റീവായ പോയിന്റ്സ് ആയിരുന്നു. പോസിറ്റീവായ പോയിന്റ്സ് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ 21 മിനിറ്റുള്ള വീഡിയോയിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവായ പോയിന്റ്സ് ആണ്. സിനിമയിൽ ഫാമിലി പാസ് ഉണ്ടെന്നും അതൊക്കെ ക്രിഞ്ചാണെന്നും പല സ്ഥലത്തും അനാവശ്യമായിട്ട് വയലൻസ് കുത്തിക്കയറ്റിയിട്ടെന്നും പല ഡയലോഗ്സും അസ്ഥാനത്താണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം മാക്സിമം ആ സിനിമയെ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷെ പടം മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ഉണ്ണിയോടുള്ള വ്യക്തിവൈരാഗ്യമാണ് താൻ കാണിക്കുന്നതെന്ന് ജനങ്ങൾ അറിയും എന്നൊരു ഭയം ചിലപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. എന്തായാലും അദ്ദേഹം മാർക്കോയ്ക്ക് റിവ്യൂ ചെയ്ത വീഡിയോയുടെ കമന്റ് ബോക്സ് നല്ല കട്ട തെറിവിളിയാണ്. വിമർശിച്ചത് താനായതുകൊണ്ട് മാത്രമാണ് തനിക്കെതിരെ തെറിവിളി എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഉണ്ണിയോടുള്ള പേഴ്സണൽ ഗ്രഡ്ജിന്റെ പുറത്താണ് താൻ ആ സിനിമയെ വിമർശിച്ചത് എന്ന് അംഗീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരു റിവ്യൂവർക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റികൾ ഒന്ന് ജെന്യുവിൻ ആയിരിക്കുക എന്നുള്ളതാണ്. സീക്രട്ട് ഏജന്റിന് ആ ഒരു ക്വാളിറ്റി ഇല്ലെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അവിടെയാണ് കോക്ക് വ്യത്യസ്തനാകുന്നത്. കോക്കിന് ഒരു ആക്ടറോടോ ഡയറക്ടറോടുള്ള ഇഷ്ടമോ വെറുപ്പോ ഒന്നും അദ്ദേഹം ചെയ്യുന്ന റിവ്യൂസിനെ ബാധിക്കാറില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല. അൺബയസ്ഡ് ആയിട്ടാണ് അദ്ദേഹം റിവ്യൂ ചെയ്യുന്നത്. സീക്രട്ട് ഏജന്റ് മാത്രമല്ല, മാർക്കോയുടെ സക്സസിൽ അസ്വസ്ഥരായ ഒരുപാട് പേര് ഫിലിം ഇൻഡസ്ട്രിക്ക് ഉള്ളിലുണ്ട്. എന്തായാലും മാർക്കോ 100 കോടി അടിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എന്തായാലും ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.